ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ചക്ക സീസണൊക്കെ ആണല്ലോ, അപ്പോൾ ഞാനൊരു ചക്കക്കുരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ചക്ക കുറവാണ് എങ്കിലും നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തൊലി കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒരു 3 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലാണ് ആക്കിയിട്ടുള്ളത്. കറക്റ്റ് വേവായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മളെ ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിസിൽ പോയതിന് ശേഷമാണ് ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചക്കക്കുരു ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചക്കക്കുരു 3-4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, വെന്തതാണല്ലോ. അപ്പോൾ അതാ പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ നേരത്തെ വേവിക്കാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതലിട്ടാൽ ഇവിടെ ചേർക്കണമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ചക്കക്കുരു ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതൊരു സ്നാക്കായിട്ടും അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം, വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലൻ്റെ മണവും ആ ഒരു ടേസ്റ്റൊക്കെ നമ്മളെ ചക്കക്കുരുവിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊരു നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും, നമ്മളെ ഈ ഒരു വിട്ട് വരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ചക്കക്കുരു ആയി വരും, ഒരു ക്രിസ്പി ആവുന്ന മാതിരി. അപ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ബാച്ച് കോരി മാറ്റാൻ പോവാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.